ഓക്കെ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ജനനി ജന്മഭൂമി എന്നതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് പറയാം അല്ലേ? നിങ്ങളെല്ലാവരും വായിച്ചു ആവോ പാട്ട്? ഇത് പോയി എല്ലാവരും ചൊല്ലിയിരുന്നോ ക്ലാസ്സിൽ നിന്ന്? ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം, നാമെല്ലാം ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ, നാമെല്ലാം. സത്യം, ധർമ്മം, സാഹോദര്യം നമ്മുടെ ജീവിത മന്ത്രങ്ങൾ. സ്നേഹം, സഹനം, സർവസമത്വം നമ്മുടെ മോചന തന്ത്രങ്ങൾ. മാമുനിമാരുടെ ജീവിതഗാഥകൾ കേട്ടുവളർന്ന മഹാരാജ്യം, വീരന്മാരുടെ ചോരയിലെഴുതിയ ചരിത്രമെഴുന്ന മഹാരാജ്യം. പാവന ഗംഗാ യമുനകളിവിടെ കളകളഗാനമുതിർക്കുന്നു. മഞ്ജുള നർമ്മദ ഗോദാവരികൾ തളകളിളക്കി പായുന്നു. ഇതാണ് നമ്മുടെ മണ്ണും വിണ്ണും, ഇതാണ് നമ്മുടെ സർവസ്വം, ഇതാണ് നമ്മുടെ വിത്തും മുത്തും, ഇതാണ് നമ്മുടെ ജനയിത്രി. പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പൊലിമയെഴുന്നൊരു ഹാരം പോൽ ഹൈന്ദവർ, മുസ്ലിം, ക്രിസ്ത്യാനികളും കൈകോർത്തിവിടെ കഴിയുന്നു. പാർസിക, ജൈനർ, ബുദ്ധമതക്കാരെല്ലാം ഒന്നായി പുലരുന്നു. സസ്യശ്യാമള ഹരിതക ഭംഗികളെങ്ങും പീലി വിടർത്തുന്നു. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം, നാമെല്ലാം ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ, നാമെല്ലാം. അപ്പോ ഇതാണ് നമ്മളെ പോയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന്റെ അർത്ഥം നിങ്ങൾ എഴുതിയോ നോട്ടിലേക്ക്? എല്ലാ മക്കളും അർത്ഥം എഴുതി വെക്കണേ. പാഠത്തിന്റെ നെയിം എഴുതുക, അർത്ഥം എഴുതുക. ഓക്കെ. അപ്പൊ ജനനി നമ്മൾ പറഞ്ഞാണ് അമ്മ. നെക്സ്റ്റ് സഹനം, സഹിക്കൽ. ഇതുവരെയുള്ള നോട്ട്സ് കംപ്ലീറ്റ് ആണോ മക്കളെ? ഇപ്പൊ ഇനോമിയസിന്റെ എഴുതണത്രേ അല്ലേ? ഞാൻ എഴുതി റെഡിയാക്കിയിട്ടുണ്ട്, സെൻഡ് ചെയ്തില്ല. ഓക്കെ. അപ്പൊ ഇനോമിയസിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതണം കേട്ടോ. അർത്ഥം എഴുതണം. അർത്ഥവും പിരിച്ചെഴുതുകയും വിഗ്രഹാർത്ഥവും ഒക്കെ ഉണ്ട് ഇതില്. ഒക്കെ എഴുതണം. അത്രയേ ഉള്ളത് എഴുതണം. വിഗ്രഹാർത്ഥം പദം ഉണ്ടായിരുന്നു ശ്രദ്ധിക്കണം ഇതുവരെയുള്ളത്. അപ്പോ ഇതിൽ ആദ്യത്തെ അർത്ഥാണ് ജനനി അമ്മ, സഹനം സഹിക്കൽ, മാമുനി മഹാമുനി. മാമുനി നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലെ? മാമുനി ഏതോ ഒരു പണ്ടത്തെ കഴിഞ്ഞ പാഠത്തിലാണെന്ന് തോന്നുന്നു മാമുനി പഠിച്ചത്. ഏതോ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. വേറൊരു പുസ്തകം നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നാന്ന് തോന്നുന്നു. മാമുനി അല്ലെ? ചരിതം, ചരിത്രം, കഥ. വിണ്ണ്, ആകാശം, സ്വർഗം. ജനയിത്രി അമ്മ. ഹാരം, മാല. മഞ്ജുളം, മനോഹര. അല്ലെ? അത്രയും വേർഡ് മീനിങ് ഉണ്ട്. അത് നിങ്ങൾ നോട്ടിലേക്ക് പകർത്തിയതാണ്. നെക്സ്റ്റ് പിരിച്ചെഴുതാമെന്നാണ്. ഇതിൽ തന്നിട്ടുണ്ട് ഓൾറെഡി അല്ലെ? നമ്മളൊന്നും ചെയ്യാനില്ല. ഇതിൽ തന്നിട്ടുണ്ട് എന്ത്? ഒരു ഇന്ത്യ, ഒരു പ്ലസ് ഇന്ത്യ ആണ് ഒരു ഇന്ത്യ അല്ലെ? നാം എല്ലാം, നാം പ്ലസ് എല്ലാം, നാം എല്ലാം. ചോരയിൽ എഴുതിയ, ചോരയിൽ പ്ലസ് എഴുതിയ. നെക്സ്റ്റ് വൺ കോർത്തുണ്ടാക്കിയ, കോർത്ത് പ്ലസ് ഉണ്ടാക്കിയ. പൊലിമ എഴുന്നൊരു, പൊലിമ പ്ലസ് എഴുന്ന പ്ലസ് ഒരു, പൊലിമ എഴുന്നൊരു. ഇനി വിഗ്രഹാർത്ഥാണ് പറയുന്നത്. ജീവിതം, വിഗ്രഹാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹിച്ചു വരുന്നത് അല്ലെ? അപ്പൊ ജീവിത മന്ത്രം, ജീവിതത്തിന്റെ മന്ത്രം. മഹാരാജ്യം, ഏത് രാജ്യാണ്? മഹാരാജ്യം എന്ന് പറയാ മഹത്തായ രാജ്യത്തിനാ അല്ലെ? മഹത്തായ രാജ്യാണ് മഹാരാജ്യം. നെക്സ്റ്റ് ഗംഗാ യമുനകൾ, ഗംഗയും യമുനയും. ഗംഗയും യമുനയും. ഗംഗാ യമുനകൾ എന്ന് പറയുമ്പോൾ യമുനയും ഗംഗയും നദികൾ അല്ലെ? നർമ്മദ ഗോദാവരികൾ, നർമ്മദയും ഗോദാവരിയും. നെക്സ്റ്റ് മോചന തന്ത്രം. എന്തിനുള്ള മോചന തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മോചനത്തിനുള്ള തന്ത്രം അല്ലെ? മോചനം എന്ന് പറഞ്ഞാൽ മോചന മന്ത്രം. ഓക്കെ, മോചനത്തിനുള്ള മന്ത്രം. നെക്സ്റ്റ് പദം ഉണ്ടായ വിധം ശ്രദ്ധിക്കാം എന്നാണ്. ഹിന്ദു എന്ന പദത്തിൽ നിന്ന് ആണ് എന്ത് വന്നത്? ഹൈന്ദവർ അല്ലെ? ഹിന്ദു
എന്ന പദത്തിൽ നിന്ന് വന്നെയാണ് എന്ത് ഹൈന്ദവർ. ഹിന്ദുക്കൾ ഒരുപാട് കൂടുമ്പോ എന്താണ് ഹൈന്ദവർ. നെക്സ്റ്റ് ക്രിസ്തു ആണെങ്കിലോ ക്രിസ്ത്യാനികളാണെങ്കിലോ ക്രിസ്ത്യാനി. നെക്സ്റ്റ് ജിനൻ എന്ന പദത്തിൽ നിന്നത് ജൈനർ. അപ്പൊ ബുദ്ധൻ എന്ന പദത്തിൽ നിന്ന് വന്നാലോ ബുദ്ധർ അല്ലെ? മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണെന്ന്? നെക്സ്റ്റ് പിന്നെ വരുന്നത് ആസ്വദിക്കേണ്ട പദങ്ങളാണ്. നമ്മുടെ പാഠത്തില് അർത്ഥം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരൊറ്റ ജനത എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ അനേകം ജാതികൾ, മതങ്ങൾ, സമുദായങ്ങൾ, ഭാഷകൾ, ആചാരങ്ങൾ, വസ്ത്രധാരണ രീതികൾ എന്നിവയൊക്കെ കാണാം അല്ലെ? ഇപ്പൊ സംസ്ഥാനങ്ങൾ തോറും ഭാഷയ്ക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ എന്താണ്? നമ്മുടെ ജന്മഭൂമിയാണ് അല്ലെ? നമ്മൾ ജനിച്ച നമ്മുടെ സ്വന്തം മാതൃരാജ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജന്മഭൂമിയാണ്. അങ്ങനെ വിചാരിച്ചും പ്രവർത്തിച്ചും വളരണം അല്ലെ? നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്ന ഒരു ധാരണയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? വിചാരിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോകണം. അപ്പോഴേ ഒരു ജനതയായി ജീവിക്കാൻ പറ്റും അല്ലെ? അപ്പോഴേ നമുക്ക് നാം എല്ലാം ഒന്നാണ് എന്ന, നമ്മളൊക്കെ സഹോദരി സഹോദരന്മാരാണെന്ന ഒരു ധാരണയോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഇന്നതൊന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ബഹളവും രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അത് ഇല്ലാതെ നമ്മൾ വളരണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ജനതയായി ജീവിക്കാൻ പറ്റൂ. അതാണ് പറയുന്നത് ഒരൊറ്റ ജനത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിതം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണത്? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുകയുണ്ടായി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിരുന്നു ഈ സമരം. സമരത്തെ അടിച്ചൊതുക്കാൻ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരതകൾ പലതും കാണിച്ചു. ജീവത്യാഗം ചെയ്ത ദേശാഭിമാനികളുടെ ചരിത്രം ഇന്ത്യ ചരിത്രത്തിലെ പ്രധാന അധ്യായങ്ങളിലൊന്നാണ് അല്ലെ? അപ്പൊ ജീവത്യാഗം ചെയ്ത എന്ത് വളരെ ധീര ദേശാഭിമാനികൾ നമുക്കുണ്ട് അല്ലെ? ഓക്കെ, അത് നമുക്ക് ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. അതാണ് വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിതം എന്ന് പറഞ്ഞ കഥാചരിത്രം. ഇപ്പൊ ഗംഗാ യമുനകളുടെ കളകളം, നർമ്മദ ഗോദാവരികളുടെ തളകിലുക്കെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വരികളിൽ. അപ്പൊ എന്താ പറയുന്നത്? നദിയില് ഓളം ഇളകുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് എന്ത്? കളകളം അല്ലെ? കളകളാരവത്തോടു കൂടി ഒഴുകുന്ന നദികൾ നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ് കളകളം അല്ലെ? അതുപോലെ തളകിലുക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത് നദിയില് ഓളം ഇളകുമ്പോഴുണ്ടാകുന്ന എന്ത് ശബ്ദാണ്? കളകളാരവം എന്നല്ല നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരവത്തോട് കൂടിയിട്ട് നദി ഒഴുകുന്നു. അപ്പൊ കളകളം, തളകിലുക്കം എന്നീ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ഓളം തല്ലുന്ന ശബ്ദം മുഴങ്ങുന്നു അല്ലെ? എന്തോ ഒരു സുഖമുള്ള ഒരു ഇതുണ്ട്. ഓളം ഇങ്ങനെ ഇളകി വരുന്നു. അതിലെ തളകിലുക്കം, കളകളം എന്നൊക്കെ പറയും. പിന്നെന്താ പറയുന്നത് അടുത്തത്? മുത്തുകൾ കോർത്തുണ്ടാക്കിയ പൊലിമയെഴുന്ന ഹാരം. ഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മാല അല്ലെ? പലതരം മുത്തുകൾ കോർത്താണ് നമ്മൾ ഒരു ഭംഗിയുള്ള മാല ഉണ്ടാക്കുന്നത് അല്ലെ? അതുപോലെയാണ് പല മതങ്ങളും പല ഭാഷകളും ഒക്കെ ചേർന്ന് ഒരു മാലയിലെ കണ്ണുകൾ പോലെ അത് പൊലിമ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പോ എന്താ പറഞ്ഞത്? പല നിറത്തിലുള്ള രത്നങ്ങൾ കോർത്തെടുത്ത മാല. അത് ഏതൊക്കെയാണ് രത്നങ്ങൾ എന്നാ പറഞ്ഞേ? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അല്ലെ? ഒരു മാലയിലെ മുത്തുകൾ പോലെ ഒരുമിച്ച് കഴിയുന്ന രാജ്യമാണ് ഏത്? നമ്മുടെ മാതൃഭൂമി അല്ലെ? നമ്മുടെ മാതൃഭൂമി ഏതൊക്കെ എല്ലാ മതങ്ങളും ഉണ്ട് അല്ലെ? ഹിന്ദു, ക്രിസ്തു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ. അപ്പൊ എങ്ങനെയാ അവര് വസിക്കുന്നത്? ഒരു മാലയിലെ കണ്ണികൾ പോലെ അല്ലെ? അവര് അടുത്തടുത്തല്ലേ നിൽക്കുക മാലയിലെ കണ്ണുകള്? വിട്ടുവിട്ടിട്ടാണോ? ഒരു മാലയില് കുറെ കണ്ണുകൾ ചേർത്ത് വെച്ചാൽ എങ്ങനെയാ ഉണ്ടാവുക? ഒരു വിവേചനവും ഉണ്ടാവില്ല അല്ലെ അവർക്ക്? അതുപോലെയാണെന്നാണ് പറഞ്ഞത്. ഒരു മാലയിലെ മുത്തുകൾ പോലെ ഒരുമിച്ച് കഴിയുന്ന രാജ്യമാണ് നമ്മുടെ മാതൃഭൂമി. നെക്സ്റ്റ് പറയുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ് അല്ലെ? എന്താണ്? ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഒറ്റക്ക്? പറ്റുമോ? ഓക്കെ, നമുക്കൊന്ന് ഇവിടുന്ന് നോക്കാം അല്ലെ? നമ്മുടെ ജീവിത മന്ത്രങ്ങൾ ഏതെല്ലാം നമ്മുടെ ജീവിത മന്ത്രങ്ങള്? നോക്കിയോ? സ്നേഹം, സത്യം, ധർമ്മം, സാഹോദര്യം എന്നിവയാണ് നമ്മുടെ ജീവിത മന്ത്രങ്ങൾ അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? സത്യം, ധർമ്മം, സാഹോദര്യം എന്നിവയാണ് നമ്മുടെ
ജീവിത മന്ത്രങ്ങൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? ഏതൊക്കെയാണ് നമ്മുടെ മോചന തന്ത്രങ്ങൾ? പറയുന്നുണ്ട് അതിലെ പാട്ടില്. എന്താണ് നമ്മുടെ മോചന തന്ത്രങ്ങൾ? സമത്വം, സ്നേഹം, സഹനം, സർവസമത്വം. എല്ലായിടത്തുള്ള സമത്വവുമാണ് എന്ത്? നമ്മുടെ മോചന തന്ത്രങ്ങൾ. സ്നേഹവും സഹനവും സർവസമത്വവുമാണ് നമ്മുടെ മോചന തന്ത്രങ്ങൾ അല്ലേ? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. മൂന്നാമത്തെ എന്താണ്? നമ്മുടെ രാജ്യം എന്തു കേട്ടാണ് വളർന്നത്? എന്ത് കേട്ടാണ് നമ്മുടെ രാജ്യം വളർന്നത്? പാട്ട് പാടി നോക്കിയില്ല നിങ്ങൾ വീട്ടിൽ നിന്ന്? വീരന്മാരുടെ സോണെ പറഞ്ഞോ? മാമുനിമാരുടെ ജീവിതകഥകൾ. മാമുനിമാരുടെ ജീവിതകഥകള് കേട്ടു വളർന്ന മഹാരാജ്യാണ് നമ്മുടെ. ഓക്കെ. അപ്പൊ നമ്മുടെ രാജ്യം എന്ത് കേട്ടാണ് വളർന്നത്? മഹാമുനിമാരുടെ എന്ത്? ജീവിതഗാഥകൾ അല്ലെ? ജീവിതഗാഥകൾ കേട്ടാണ് നമ്മുടെ രാജ്യം വളർന്നത്. ഓക്കെ. അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അത് കാണും. എന്താണ്? നമ്മുടെ രാജ്യം എന്ത് കേട്ടാണ് വളർന്നത്? മഹാമുനിമാരുടെ ജീവിതഗാഥകൾ കേട്ടാണ് നമ്മുടെ രാജ്യം വളർന്നത്. നെക്സ്റ്റ് വൺ നാലാമത്തെ എന്താണ്? നർമ്മദ ഗോദാവരികൾ തളകളിളക്കി. ഈ വരിയുടെ ആശയം എന്ത്? എന്താണ് ആ വരികളുടെ ആശയം? നർമ്മദ ഗോദാവരികൾ തളകളിളക്കി പായുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്ത്? നദിയിൽ ഓളം ഇളകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കളകളം തളയിലൊക്കെ എന്ന് പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ എന്താണ്? ഓളം തെല്ലുന്ന ശബ്ദം മുഴങ്ങുന്നു പറഞ്ഞു. അപ്പൊ ഈ വരിയുടെ ആശയം എന്താണ്? കളകളം തളകിലുക്കം എന്നീ പദങ്ങൾ. കളകളം തളകിലുക്കം. അപ്പൊ എന്താണ് പറയുന്നത്? നദിയില് ഓളങ്ങളും കൂടി എന്താണ്? കളകളാരവത്തോടെയും തളകിലുക്കത്തോടെയാണ് ഒഴുകി പോകുന്നത് എന്നാണ് അതിന്റെ ആശയം. അതായത് ശാന്തമായ രീതിയിലല്ലേ എല്ലാം മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് എന്നർത്ഥല്ലേ അതിൽ വരുന്നത്. ഓക്കെ. പാഠം ക്ലിയർ ആയില്ലേ മക്കളെ? നെക്സ്റ്റ് എന്താണ്? ആരൊക്കെ കൈകോർത്ത് കഴിയുന്ന രാജ്യമാണ് നമ്മുടെ? ആരൊക്കെയാണ്? ഹിന്ദു, മുസ്ലിമാ? ആരൊക്കെ കൈകോർത്ത് ഇവിടെ കഴിയുന്നു? ഹൈന്ദവര്, മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള് ഒക്കെ കൈകോർത്ത് കഴിയുന്ന രാജ്യമാണ് ഇത്? നമ്മുടെ രാജ്യം അല്ലേ? ഓക്കെ. നമ്മുടെ രാജ്യം എങ്ങനെയാ? ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൈകോർത്ത് കഴിയുന്ന രാജ്യമാണ് ഇത്? നമ്മുടെ രാജ്യം. നെക്സ്റ്റ്, അവർ ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയുന്നു എന്ന് കാണിക്കാൻ കവി ഏതു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഏത് പദമാണ്? പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ. അതുപോലെ ഏതാണ്? ഒരൊറ്റ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം, നാം എല്ലാം ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ, നാം എല്ലാം. അതുകൊണ്ട് അതുപോലെയാണ് എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞേ ഒരു മാലയിലെ മുത്തുകള്. അതിന്റെ വരി എന്താണ്? പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പൊലിമേഴുന്നൊരു ഹാരം പോൽ ഹൈന്ദവര്, മുസ്ലിം, ക്രിസ്ത്യാനി ഒക്കെ കഴിയുന്നു. അതുപോലെ ഇതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം, നാമല്ല ഒരേ കുടുംബത്തിലെ ജനതയെ പോലെ നമ്മളൊക്കെ കഴിയുന്നു. അതുപോലെ എങ്ങനെയാ? ഒരമ്മയുടെ മക്കളെ പോലെയും, പിന്നെയോ ഒരൊറ്റ രക്തം അല്ലെ? ഒരമ്മയുടെ മക്കളാകുമ്പോ ഒരൊറ്റ രക്തത്തിൽ പിറന്ന കിടാങ്ങളെ പോലെയുമാണ് നാം എല്ലാം എന്നാണ് പറയുന്നത് അല്ലെ? പിന്നെന്താ അടുത്തത്? സസ്യശ്യാമള ഹരിതക ഭംഗികൾ പീലി വിടർത്തുന്നു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് അർത്ഥമാക്കുന്നത്? സസ്യശ്യാമള ഹരിതക ഭംഗികളെന്നും പീലി വിടർത്തുന്നു.
എന്താ മക്കളെ ഒന്നും പറയുന്നില്ല? സസ്യശ്യാമള കോമള ഭംഗികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സസ്യശ്യാമള കോമള ഭംഗികൾ സസ്യശ്യാമളതയിൽ കൊണ്ട്, അതായത് സസ്യങ്ങളും പച്ചപ്പുവാർന്നൊക്കെയും കൊണ്ട് എന്താണ് കോമള ഭംഗികൾ കൊണ്ട് എന്തുണ്ടാക്കുന്നത്? ഹരിതക പച്ചപ്പൊക്കെ കൊണ്ട് ഭംഗിയുള്ളതായി പീലി വിടർത്തുന്ന പറഞ്ഞത് അല്ലെ. തൊട്ട് മുന്നേ എന്താ പറഞ്ഞത്? പാസികളും ജൈനറ് ബുദ്ധമതക്കാര് എല്ലാരും ഒന്നായി പുലരുന്നു, അതുപോലെ തന്നെയാണ് ഭംഗിയുള്ളതായി സസ്യങ്ങളും പച്ചപ്പുകളും ഒക്കെ നിറഞ്ഞ് എല്ലാം കൊണ്ടും ഭംഗിയുള്ളതാണ് നമ്മുടെ രാജ്യം എന്നാണ് പറയുന്നത് അല്ലെ. അതുകൊണ്ടേ അർത്ഥമാക്കുന്നത് അല്ലേ മക്കളെ? ഇന്നെന്തേ ഒരു ഡൗട്ട് ക്വസ്റ്റ്യൻ ആൻസറിന്? അടുത്ത അനുബന്ധ പ്രവർത്തനങ്ങൾ എന്താ പറഞ്ഞത്? ദേശഭക്തി ഗാനങ്ങൾ ശേഖരിക്കുക. ദേശഭക്തി ഗാനങ്ങള് ശേഖരിക്കുക. ദേശഭക്തി ഗാനങ്ങൾ അറിയില്ലേ? ഏത് ദേശഭക്തി ഗാനം അറിയോ? വന്ദേ മാതരം അതറിയോ? സുജല പാട്ട് പാടുന്ന ആൻമരിയൊക്കെ അറിയാതിരിക്കുവോ അല്ലേ? ദേശഭക്തി ഗാനങ്ങളില്ലേ? പാട്രിയോട്ടിക് സോങ്ങുകളൊക്കെ. അപ്പൊ അതൊക്കെ ശേഖരിക്കുക അതാ പറഞ്ഞിട്ടുള്ളത്. സുജല സുബല മലയജ സൂബിത എന്നെല്ലാം പറ്റില്ലേ? എന്തൊക്കെയുണ്ട് നിങ്ങള് സ്വാതന്ത്ര്യദിനത്തിലൊക്കെ പാടുന്ന പാട്ട്. അപ്പൊ അത്ര പോലെയാണ് ആ ഒരു പാഠഭാഗം ഉള്ളത് അല്ലെ. ഓക്കെ, നമുക്ക് ഇനി എന്താണ് 12ാമത്തെ ഇപ്പൊ എടുക്കാൻ ആവോ ക്ലാസ്? പിന്നെ നമുക്ക് വൈകി വന്ന വെളിച്ചം എന്ന പാഠാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് അല്ലെ. രണ്ടാളും ഒരു സംസാരം പോലെയാണ് അതില് പറയുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാൻ തോന്നുന്നു അല്ലെ. രണ്ടുപേരെ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചതാ. വായിച്ചു അതെ. ഓക്കെ, ഞാനും വായിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അതെയോ? ഓക്കെ, അപ്പൊ വൈകി വന്ന വെളിച്ചാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് അല്ലെ. നല്ലൊരു ഇതാണ്, കുറച്ചധികം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ തോന്നുന്നു അല്ലെ. വായിക്കണോ? 5:06 ഇത്രേ ഉള്ളൂ അല്ലെ. എന്നാലും കുറച്ച് ടൈം ഉണ്ടല്ലേ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് വായിക്കാം നമുക്ക്. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വായിക്കുന്ന ഷോണിന് വായിക്കണോ അല്ല ഞാൻ വായിക്കണോ? ഓക്കെ, അപ്പൊ പാഠം 12 അല്ലെ. 12ാമത്തെ ലെസൺ വൈകി വന്ന വെളിച്ചം. കൂടുതൽ ആൾസഞ്ചാരമില്ലാത്ത ഒരു വഴി. ആരെയോ കാത്ത് സതീഷ് നിൽക്കുകയാണ്. അവന്റെ ശ്രദ്ധ നാലുപാടും തിരിയുന്നു. പരിഭ്രാന്തി നിറഞ്ഞ നോട്ടം. അല്പം കഴിയുമ്പോൾ കൂട്ടുകാരനായ സൈമൺ വരുന്നു. സതീഷ് സൈമനെ കണ്ട ഉടനെ പറഞ്ഞേ, ഇതുവരെ എവിടെയായിരുന്നടോ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. സ്കൂൾ ബെല്ലടിച്ചിട്ട് നേരം എത്രയായിന്ന് അറിയാമോ? സൈമൺ സ്കൂളിലെ ബെല്ലടി കഴിയാനല്ലേ ഞാനും കാത്തിരുന്നേ. അതുവരെ ഞാൻ പള്ളിമുക്കിലെ 1-2 സ്ഥലത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. നീ വന്നിട്ട് നേരമധികമായോ? സതീഷ് 1 മണിക്കൂർ കഴിഞ്ഞു. സൈമൺ ആലോചനാ നിമഗ്നായി. ആലോചനാപൂർവമാണ് പറയുന്നത്. ഇന്ന് നമ്മളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് 3-ാം ദിവസമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ പാത്തും പതുങ്ങിയും പല സ്ഥലങ്ങളിലായി കഴിച്ചുകൂട്ടി. നമ്മുടെ വീട്ടുകാർ ഈ വിവരം അറിഞ്ഞാൽ തല്ലിക്കൊല്ലും. സതീഷ് കൂസലിന്യെ പറയുന്നത്. സതീഷിന് ഒരു കൂസലുമില്ല. അപ്പൊ എന്താ പറയുന്നത്? എനിക്കാരെയും പേടിയില്ല. സൈമൺ നിന്റെ അച്ഛൻ ദുബായിലല്ലേ, പിന്നെ ആരെ പേടിക്കണം? കുറ്റം കണ്ട അമ്മ നിന്നെ തല്ലൂലേ എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്? സതീഷ് നിസാര ഭാവത്തിലാ പറയുന്നത്. സതീഷ് എന്താ പറയുന്നത്? തല്ലുന്നു പോലും. ഒരിക്കൽ അമ്മച്ചി എന്നെ അടിക്കാനായി ഓടി വന്നു. ഞാൻ പിടിച്ചൊരു തള്ളു കൊടുത്തു. പടക്കോന്ന് പറഞ്ഞ അമ്മച്ചി നിലത്ത് കിടക്കണ്. ഒരടിയങ്ങ് കൊടുത്തപ്പോ എന്ത് ചെയ്തു? പടക്കോന്ന് പറഞ്ഞ അമ്മ നിലത്ത് കിടന്നു അല്ലെ. സൈമൺ ഒരു വശത്തേക്ക് നോക്കി. എന്നിട്ട് എന്താ? സതീഷ് നമ്മുടെ നോട്ടപ്പുള്ളി ജയൻ വരുന്നുണ്ട്. നമുക്കിവിടെ നിന്നും എങ്ങോട്ടെങ്കിലും മാറാം. സതീഷ് നീ അവിടെ നിൽക്കടാ സൈമൺ, അവൻ വരട്ടെ. അവരൊരു വിലയൊന്നുമില്ല ആര് വന്നാലും അല്ലെ. സതീഷ് ജയൻ വരുന്നു. ജയൻ ശാന്തമായ പ്രകൃതത്തോടെയാണ് വരുന്നത്. ജയൻ എന്താ പറയുന്നത്? മറ്റിരുവരെയും നോക്കി പറയുന്നു. സതീഷും സൈമണും ഇവിടെ നിൽക്കുകയാണോ? സ്കൂളിൽ പോയില്ലേ? സതീഷ്
എന്താ നീ അന്വേഷിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. നമുക്കിത് ഇങ്ങനെ അഭിനയിച്ചിരുന്ന് കളിക്കണമായിരുന്നു അല്ലെ? ക്ലാസ്സിൽ നിന്നാണെങ്കിൽ അഭിനയിക്കണം. 2-3 പേരെ പിടിച്ചാൽ മതി. അപ്പൊ സൈമൺ എന്താ പറയുന്നത്? ഞങ്ങളുടെ കാര്യം തിരക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സതീഷ്, നീ ഞങ്ങളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞു. ജയൻ, നിങ്ങൾ എന്നും എന്റെ സ്നേഹിതന്മാരാണ്. സൈമൺ തറച്ച സ്വരത്തിൽ പറയാണ്, നിനക്കറിയാമോ, നീ ഒരുത്തൻ കാരണമോ ഞങ്ങൾ ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിയാൻ ഇടവന്ന്. നീ ആ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ലെ? ഏതോ ഒരു സത്യം ഇവിടെയുണ്ട്. ജയൻ, കള്ളൻ പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ ചെയ്ത തെറ്റിനെ പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ ബസിന്റെ നേർക്കല്ലേ നിങ്ങൾ കല്ലെറിഞ്ഞത്. ബസിന്റെ ചില്ല് പൊട്ടി, ഒരു യാത്രക്കാരന്റെ തല പൊട്ടി ചോര വന്നു. സതീഷ്, ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ എറിഞ്ഞതല്ലേ. ജയൻ, കല്ലേറ് കൈവിട്ട സൂത്രമാണെന്ന് സാറ് പറഞ്ഞു തന്നിട്ടില്ലേ? ആ ബസ്സിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ മറ്റു വേണ്ടപ്പെട്ടവരോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എറിയുമായിരുന്നോ എന്ന് ചോദിച്ചു. സൈമൺ, നീ ഹെഡ് മാഷോട് പറഞ്ഞത് കൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേ. സതീഷ്, രക്ഷാകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ഞങ്ങളെ സ്കൂളിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. സൈമൺ, ഞങ്ങളെ പറ്റി അന്വേഷിക്കാൻ സാറ് നിന്നെ പറഞ്ഞു വിട്ടതായിരിക്കും. ജയൻ, ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല. എന്റെ അച്ഛൻ പനി പിടിച്ച് കിടപ്പിലാണ്. അച്ഛൻ ജോലിയെടുക്കുന്ന വീട്ടിൽ നിന്ന് 50 രൂപ വാങ്ങാൻ പോയതാ. ആ വീട്ടുകാർ അവിടെ ഇല്ല എന്ന് പറഞ്ഞു ജയൻ. അപ്പൊ സതീഷ് എന്താ പറഞ്ഞത്? 50 രൂപ ഞാൻ തരാം, എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ബസ്സിന് കല്ലെറിഞ്ഞത് ഞങ്ങളല്ലെന്ന് നീ തറപ്പിച്ചു പറയണം. ജയൻ, 50 രൂപയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറയണമെന്നോ എന്ന് ചോദിച്ചു. സൈമൺ, മരുന്ന് വാങ്ങിക്കൊടുത്ത് നിന്റെ അച്ഛന്റെ സുഖക്കേട് മാറ്റണ്ടേ. അപ്പൊ ജയൻ എന്താ പറയുന്നത്? എന്റെ അച്ഛന്റെ സുഖക്കേട് മാറണം, പക്ഷേ ഈ 50 രൂപ വാങ്ങി ഈശ്വര ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. ചെയ്ത തെറ്റിനെ പറ്റി നിങ്ങൾ പശ്ചാത്തപിക്കൂ. നിങ്ങൾ നല്ലവരാകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലെ? വേഗത്തിൽ നടന്ന് മറിയുന്നു ജയൻ. സതീശൻ എന്താ പറഞ്ഞത് നേരം? സൈമൺ, അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ആലോചിച്ചിട്ട് പറയുന്നു, അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ഈ നാട്ടിൽ നിന്നാൽ പഠിക്കണം, സാറുമാരുടെ വഴക്കു കേൾക്കണം. എനിക്കൊരു ബുദ്ധി തോന്നണം. നമുക്ക് നാട് വിട്ടു പോയാലോ എന്നാണ് അവർ രണ്ടുപേരും കൂടെ പറയുന്നത്. സതീശൻ പറയുകയാണ് സൈമണോട്. അപ്പൊ സൈമൺ അമ്പരന്നിട്ട് പറയും, നാട് വിടാനോ? നമ്മൾ എവിടെ പോകും? സതീശൻ, എവിടേക്കെങ്കിലും പോകണം. സൈമൺ, അതിന് പണം വേണ്ടേ? സതീഷ്, പണം നമ്മുടെ കയ്യിലുണ്ടാകും. നിനക്കറിയാൻ പാടില്ലേ, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ബാബു 2 മാസം മുമ്പ് അച്ഛൻ തല്ലിയെന്നും പറഞ്ഞ് വീട് വിട്ട് പുറപ്പെട്ടു പോയില്ലേ? അവനെ അന്വേഷിച്ചിട്ട് വല്ല പിടിയും കിട്ടിയോ? അവൻ സുഖമായിട്ട് ഏതെങ്കിലും പട്ടണത്തിൽ താമസിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സൈമൺ എന്താണ് പറയുന്നത്? അതിന് പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? സതീഷ്, എന്റെ കഴുത്തിൽ മാലയുണ്ട്, അത് വിറ്റാൽ നമുക്ക് ആവശ്യമുള്ള രൂപ കിട്ടും. ആലോചിച്ച് നിൽക്കാതെ നീ വാടാന്ന് പറഞ്ഞു അല്ലെ. ആലോചിച്ച് നിൽക്കണ്ട, നമുക്ക് ആ മാല വിൽക്കാന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ. അപ്പൊ രണ്ടുപേരും കൂടി പോകാൻ ഒരുമ്പിടുമ്പോൾ എതിരെ നിന്ന് മറ്റൊരു കുട്ടി ബാബു വരുന്നു. മെലിഞ്ഞു വിളറി വെളുത്ത ശരീരം, കീറിപ്പറഞ്ഞ ട്രൗസറും ഷർട്ടും. തളർന്ന പരവശനായിരുന്നു. മറ്റിരുവരും സ്തബ്ധരാവുന്നു അല്ലെ. അന്ന് നാടുവിട്ട ബാബു ആണ് വരുന്നത്. ബാബു വിങ്ങിപ്പൊട്ടുന്ന സ്വരത്തില് എന്താ പറഞ്ഞേ? സതീഷ്, സൈമൺ എന്ന് വിളിച്ചു. സൈമണും സതീഷും എന്താ പറഞ്ഞത്? ബാബു എന്ന് വിളിച്ചു. അപ്പൊ സൈമൺ എന്ത് പറയുന്നു? നിനക്ക് എന്ത് പറ്റി? നീ ഇതുവരെ എവിടെയായിരുന്നു? സതീഷ്, നിന്റെ തടിയൊക്കെ എവിടെ പോയി? എല്ലും തോലുമായല്ലോ. നീ ആഹാരമൊന്നും കഴിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ബാബു എന്താ പറയുന്നത്? കുറ്റബോധത്തോടെ, വീട് വിട്ടുപോയോ എല്ലാം നേടാമെന്ന് കരുതി ഒളിച്ചോടി പോയവനാണ് ഞാൻ. ഇവിടെ നിന്നും പുറപ്പെടുമ്പോ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നെന്നോ. നാട് വിട്ടതോടെ എല്ലാം തകർന്നു. സതീഷ്, നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലേ? വീട്ടിലെ അലമാരിയിൽ നിന്ന് 500 രൂപ ഞാൻ കട്ടെടുത്തു. തീവണ്ടി കയറി കണ്ണൂരിലെത്തി. ഒരു ഹോട്ടലിലേക്ക് കയറി കാപ്പി കുടിച്ചു. നോക്കിയപ്പോ പോക്കറ്റിലുണ്ടായിരുന്ന രൂപ കാണാനില്ലായിരുന്നു. സൈമൺ ഉത്കണ്ഠയോടെ, അതെവിടെ പോയി? ബാബു, തീവണ്ടി യാത്രയിൽ ആരോ പോക്കറ്റ് അടിച്ചു. സതീഷ്, പണമില്ലാതെ നീ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു? പണമില്ലാതെ അല്ല, പട്ടിണി എന്തെന്നറിയാതെ. ബാബു പറയാണ്, പട്ടിണി എന്തെന്നറിയാതെ വളർന്നവനാണ് ഞാൻ. വീട്ടിലായിരുന്നപ്പോ മീനും ഇറച്ചിയും ഇല്ലാതെ ഞാൻ ചോറ് തിന്നില്ലായിരുന്നു. തൊണ്ടയിടറി അല്ലെ. അത് പറയുമ്പോ തൊണ്ടയിടറി ബാബുവിന്റെ. എന്ത് പറഞ്ഞു എനിക്ക്? ഞാൻ വിശന്നു പൊരിഞ്ഞപ്പോ ഹോട്ടലുകളുടെ പിന്നിലുള്ള എച്ചിൽ തൊട്ടിയിലെ
ചോറ് വാരി തിന്നു. സൈമൺ, നീ എവിടെയാണ് താമസിച്ചിരുന്നത്? ബാബു പറയാ, രാത്രിയാകുമ്പോ ഏതെങ്കിലും കടത്തിണ്ണയില് ചുരുണ്ടുകൂടും. നേരം വെളുത്താൽ വീണ്ടും മൃഗങ്ങളെ പോലെ ഞാൻ 4 ദിക്കിലും അലഞ്ഞു തിരിഞ്ഞു നടക്കും. സതീഷ്, നിനക്ക് എന്തെങ്കിലും ജോലി എടുക്കാൻ പാടില്ലായിരുന്നോ? ബാബു, ഒരു ദിവസം ഒരു കാപ്പിക്കടയിൽ പാത്രം കഴുകാൻ എന്നെ നിർത്തി. ഗ്ലാസ് കഴുകുന്നതിനിടയിൽ എന്റെ കയ്യിൽ നിന്ന് 3-4 ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. ആ കടക്കാരൻ എന്റെ തലയിലിട്ട് ഒരടി തന്ന് എന്റെ കഴുത്തെ പിടിച്ച് പുറത്തേക്ക് തള്ളിവിട്ടു. സൈമൺ, എന്നാ നിനക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരായിരുന്നില്ലേ? ബാബു, വണ്ടിക്ക് പോരണ്ടേ, പണം ഉണ്ടായിരുന്നില്ല. സതീഷ്, പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? ബാബു, അതൊക്കെ പറയണമെങ്കിൽ ഒരു ദിവസം തന്നെ വേണം. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം, എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരണം. സൈമൺ, നിന്റെ അപ്പച്ചൻ നിന്നെ തല്ലൂലേ? എന്റെ അപ്പച്ചൻ എന്നെ വേണ്ടുവോളം തല്ലട്ടെ, എന്റെ കണ്ണിൽ നിന്ന് ഇനിയും കണ്ണീര് വരില്ല സൈമൺ. അത്രയ്ക്ക് വേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്റെ അപ്പച്ചനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കും. എന്റെ അപ്പച്ചൻ എന്നെ ശിക്ഷിക്കില്ല, എനിക്ക് മാപ്പ് തരും. സതീഷ് എന്ത് പറഞ്ഞു? തെറ്റ് മനസ്സിലാക്കി. നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ അനുഭവം തന്നെ ഞങ്ങൾക്കും ഉണ്ടായേനെ. ബാബു, എന്താ സതീഷ്? സൈമൺ പറയും, ബസ്സിന് കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ചു. രക്ഷാകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ക്ലാസ് കയറ്റുകയില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ ഈ വിവരം അറിഞ്ഞാൽ അപ്പച്ചൻ കൊല്ലും. സതീഷ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടുപോകാനുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. ബാബു, വിഡിത്തം പറയാതിരിക്കൂ സതീഷ്. നാട് വിട്ടുപോയ എന്റെ അനുഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? സൈമൺ, ബാബു, നീ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് എന്താ പറഞ്ഞേ? ഞങ്ങളെ രക്ഷിച്ചത് നീയാണ് ബാബു. നിന്റെ കഥ നാട് വിട്ടു പോകാൻ ഒരുങ്ങുന്ന കുട്ടികൾക്ക് നല്ല പാഠമാണ്. സതീഷ്, നമുക്ക് രക്ഷാകർത്താക്കളെ കൂട്ടി ഇപ്പോ തന്നെ സ്കൂളിലേക്ക് പോകാം എന്ന് സൈമൺ പറഞ്ഞു അല്ലെ. സതീഷ് എന്താ പറഞ്ഞേ? ശരിയാണ് സൈമൺ, ആദ്യം നമുക്ക് ബാബുവിനെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കാം. ബാബു എന്ത് പറഞ്ഞു? മാതാപിതാക്കളും ഗുരുക്കന്മാരും ശിക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കുട്ടികളായ നമ്മൾ നല്ല സ്വഭാവത്തോടു കൂടി വളരണം. സതീഷ്, സൈമൺ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ബാബുവിന്റെ കൈ പിടിച്ച് മറ്റിരുവരും മുന്നോട്ട് നീങ്ങും. അപ്പൊ എന്താ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായത്? മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒക്കെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു വലിയ പാഠാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. പറവൂർ ജോർജിന്റെ ഒരു കഥയാണ്. ഓക്കെ, അപ്പോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിച്ച് പറയാം. ഓക്കെ, ബൈ ബൈ, സി യു. Bye.